എറണാകുളം വടുതലയിൽ കൂട്ടാത്മഹത്യ നടന്നിരിക്കുന്നു. തിരുവനന്തപുരം സ്വദേശി ശ്രീകുമാരി, മകൾ അശ്വതിയുടെ 2 കുഞ്ഞുങ്ങൾ എന്നിവരാണ് മരിച്ചത്. കുട്ടികൾക്ക് വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. 3 കുട്ടികളെ കിടക്കയിലും 2 സ്ത്രീകളെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. 2 മാസം മുൻപാണ് ചികിത്സയ്ക്കായി ഇവർ എറണാകുളത്ത് എത്തിയത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട്. ശരൺ വിവരങ്ങളുമായി. ശരൺ, ഇപ്പോൾ വളരെ ദാരുണമായ സംഭവമാണ് ഇപ്പോൾ അറിയാനാകുന്നത്. 2 സ്ത്രീകൾ 3 കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. എന്താണ് വടുതലയിലെ കൂട്ടാത്മഹത്യയിൽ പോലീസ് പറയുന്നത്, ശരൺ? സ്മൃതി, ദാരുണമായ സംഭവമാണ് നടന്നിരിക്കുന്നത്. വടുതലയിലെ ഈ വീട്ടിലാണ് 5 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് 5 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിന് പിന്നാലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിക്കൊണ്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിൽ കൂടിയാണ് ഉള്ളത്. എന്തായാലും ഇതിൽ അശ്വതി നായർ, അമ്മ ശ്രീകുമാരി, ഈ 2 പേരെയും തൂങ്ങി മരിച്ച നിലയിലും 3 മക്കൾ, അതായത് 2ഉം 5ഉം 14 വയസ്സ് പ്രായമുള്ള 3 മക്കളെ കിടക്കയിൽ ആണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ അശ്വതി നായർ ഈ മക്കൾക്ക് വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം തൂങ്ങി മരിക്കുകയായിരുന്നു എന്നുള്ളൊരു നിഗമനത്തിലേക്ക് കൂടിയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. നേരത്തെ നോർത്ത് സിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തിയിരുന്നു. സെൻട്രൽ ACPയും എത്തിയിരുന്നു. അവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് 2 മാസം മുമ്പ് തൻ്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്തതാണ്. അങ്ങനെ ഭർത്താവ് ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ ഭർത്താവിൻ്റെ കുടുംബം താനാണ് അതിന് കാരണക്കാരി എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിൽ മനോവിഷമത്തിലാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത്. എന്തായാലും ഈ ആത്മഹത്യക്കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് ഇപ്പോൾ നോർത്ത് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ 3 ദിവസത്തെ പഴക്കമുണ്ട് മൃതദേഹത്തിന് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് കൂടിയാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. അവസാനമായി ഈ നാട്ടുകാർ ഈ കുട്ടികളെ അടക്കം കാണുന്നത് 17-ാം തീയതിയാണ്. അപ്പോൾ 17-ാം തീയതിയാണ് ഈ സംഭവം നടന്നത് എന്നൊരു നിഗമനത്തിലേക്ക് കൂടിയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഏതായാലും ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞത് പ്രകാരമുള്ള കാര്യങ്ങൾ, അതായത് ഇത്തരത്തിൽ ഭർത്താവ് മരിച്ചതിന് ശേഷം ഭർത്താവിൻ്റെ കുടുംബം കുറ്റപ്പെടുത്തിയതും അതിനുശേഷമാണ് അവർ ഇവിടേക്ക് മാറിയിരുന്നതെന്ന് അടക്കമുള്ള വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2 മാസങ്ങൾക്ക് മുൻപാണ് അശ്വതി നായരും അമ്മയും ചേർന്ന് ഈ വീട് വാടകയ്ക്ക് എടുക്കുന്നത്. അപ്പോൾ അവർ ഈ വീട്ടുകാരോടടക്കം പറഞ്ഞിരുന്നത് സമീപത്തെ ഒരു ആശുപത്രിയിൽ ചികിത്സയ്ക്കായിട്ട് വന്നതാണ്. അതായത് 14 വയസ്സുള്ള മകൻ്റെ ചികിത്സയ്ക്കായിട്ടാണ് വന്നതെന്നുള്ളതാണ്. അങ്ങനെ ചികിത്സാർത്ഥം കൂടിയാണ് ഇവിടേക്ക് അവർ മാറിയിരുന്നതെന്നുള്ള കൂടിയാണ് പോലീസിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് കൃത്യമായി തന്നെ പരിശോധിച്ച് വരികയാണ്. അല്പസമയം മുമ്പ് സെൻട്രൽ ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തിയിരുന്നു. അതിൻ്റെ ചുവടുപിടിച്ചുള്ള കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുകയാണ്. ശരി, ശരണാണ് വടുതലയിലെ കൂട്ടാത്മഹത്യയുടെ വിശദാംശങ്ങൾ നൽകിയത്.